ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് കുറേ കാലത്തിന് ശേഷമാണ്, കുറേ ഡേയ്സിന് ശേഷമാണ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലിയിൽ പോയതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടിയിലാണ് കേട്ടോ. ഈ ഫാമിലെ കുറച്ച് വീഡിയോസാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ, എല്ലാം കവർ ചെയ്തിട്ടില്ല. പറ്റുന്നത് പോലെ തന്നെ കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ കയറി വരുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഒട്ടകത്തിനെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ ഓരോ ആനിമൽസിൻ്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആനിമൽസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവർക്ക് കഴിക്കാനുള്ള പ്ലാവില പുല്ല് ഒക്കെ തരും കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഒരു പൂച്ചകളുടെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് കണ്ട പൂച്ചയുടെ മേലൊന്നും രോമല്ല കേട്ടോ, അതിന് ശരീരത്തിൽ ഒരു രോമം പോലും ഇല്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി പൂച്ചയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. പിന്നെ ഇതാ രണ്ടാമത്തെ ഒരു പൂച്ച. ഈ രണ്ട് പൂച്ചകൾ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും കേട്ടോ. ഈ ഫിലിമിലൊക്കെ കാണില്ലേ, അങ്ങനെയുള്ള പൂച്ചയാണ് കേട്ടോ. പിന്നെ ടൈഗർ പോലത്തെ പൂച്ചയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ കയ്യിലെടുക്കാം, പക്ഷെ ഒരു പേടി കാരണം നമ്മൾ എടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ ചേച്ചി അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മളോട് പറഞ്ഞു എടുത്തു നോക്കൂ, കയ്യിൽ പിടിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, പക്ഷെ എടുക്കാനൊരു ധൈര്യമില്ലാത്ത പേടിയുള്ളത് കൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇതാ നല്ല രസം കിട്ടില്ല. എല്ലാവരും റെസ്റ്റിലായിരുന്നു. നമ്മൾ പോയപ്പോൾ ചേച്ചി അതിനൊക്കെ ഉണർത്തിയിരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് നല്ല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കോഴികളുണ്ട്. പിന്നെ അങ്ങോട്ട് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. പല വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത അടിപൊളി ബേർഡ്സുകളാണ്. പല വെറൈറ്റീസ് ആണുള്ളത്. ഇത് പല കളേഴ്സിലുള്ള തത്തകളാണ് കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊക്കെ കുടിക്കണതാണ് എന്ത് രസം. പിന്നെ ചില ബേർഡ്സൊക്കെ നമ്മുടെ അവർ കൂട്ടിൽ തന്നെ മുട്ടയിട്ടിട്ടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞാൽ വേറെ സെക്ഷൻ, പിന്നെ അങ്ങോട്ട് നമ്മുടെ ബേർഡ്സിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഓരോ ബേർഡ്സിൻ്റെ കൂടിൻ്റെ അടുത്ത് അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പ്രാവിൻ്റെ സെക്ഷൻ ആണെങ്കിലും പിന്നെ റാബിറ്റ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ഉടുമ്പിൻ്റെ വേറൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ഉടുമ്പല്ല എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ഞാൻ വീഡിയോ എടുത്തു. കാണുമ്പോൾ എങ്ങനെ ഉറങ്ങുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുക, അവിടെ ആ കൂടുമ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് പതുക്കെ മൂവ് ചെയ്യുന്നത് കാണാം. പിന്നെ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കാണുമ്പോൾ ക്യൂട്ടാണ്, പക്ഷെ നമുക്ക് ടച്ച് ചെയ്യാനും ഭയങ്കര പേടിയാവും ഒരു ഇത് തോന്നുന്ന തവളകളാണ് കേട്ടോ. എന്താ ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഫാമിലിയിൽ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് സ്നേക്സിൻ്റെ സെക്ഷനാണ്. ഫസ്റ്റ് കാണുന്നത് ഇതാ ബ്ലാക്ക് സ്നേക്കാണ് അതിൻ്റെ മുകളിലുള്ളത്. അതിന് തൊട്ട് താഴെ തന്നെ ഈ മുള്ളം പന്നിയുടെ ഒക്കെ ഒരു വെറൈറ്റി നല്ലൊരു ഫാൻസി ടൈപ്പാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇതാ ഉടുപ്പിൻ്റെ വേറൊരു വെറൈറ്റി കാണും. ആദ്യമൊക്കെ ഒരു പേടി, ഫസ്റ്റ് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. പിന്നെ ഇതാ നല്ല ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള സ്നേക്സ് ആണ്. ഇവരൊക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളതാണ് കേട്ടോ, കാരണം നമുക്ക് അതിന് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ തോളിലിടാം, കയ്യിലെടുക്കാം, അവരൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ വീഡിയോയിൽ എല്ലാം ചോദിച്ചറിഞ്ഞു കണ്ടു, പക്ഷെ വീഡിയോയിലൊന്നും ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഇതിനെ കണ്ട ആ ഒരു ഇതിൽ സംസാരത്തിനിടയിൽ എടുക്കാൻ മറന്നു. പിന്നെ സ്നേക്സ്, പിന്നെ വന്നിട്ട് സ്നേക്സിൻ്റെ സെക്ഷനാണ്. ക്രീം കളറിൽ സ്നേക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള സ്നേക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ എലിക്കുഞ്ഞുങ്ങൾ, നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് കളേഴ്സിൽ. അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ തോന്നുന്നു, ഭയങ്കര രസമാണ്. പക്ഷെ എന്താ ഈ സ്നേക്സിനൊക്കെ ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് ഈ എലിക്കുഞ്ഞുങ്ങളാണ്. കണ്ടില്ലേ, ഈ സ്നേക്സിനൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ബ്രദറൊക്കെ എടുത്തു. പിന്നെ പലതരത്തിൽ ഓന്ത്, അങ്ങനെ ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ പോവുകയാണ്. വേറെ ഇതാ ഈ ഒരു ബ്രാഞ്ചസിൽ രണ്ട് ക്യൂട്ട് നല്ല കളറാണ് കേട്ടോ. അവരുടെ ഈ യെല്ലോ കളറായിട്ടുള്ള 2 ബേർഡ്സ് ഉണ്ട്. പിന്നെ വേറെ തരം ബേർഡ്സ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരറ്റ്സ് ഉണ്ട്. പിന്നെ പ്രാവില്ലേ, പീജൻസിൽ തന്നെ വേറെ വെറൈറ്റീസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ വേറെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ബേർഡ്സിനൊക്കെ കാണുമ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാണ്, അതിൻ്റെ കൈസൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മീൻസ് നമ്മൾ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പോകും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ബേർഡ്സും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആനിമൽസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ ഇതാ ഈ ഒരു വുഡൻ കളറിലുള്ള വേറൊരു, ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല. നമുക്ക് ഈ ഒരു ഇതുണ്ടാവില്ല ഓന്തിൻ്റെ ഒക്കെ വലിയൊരു സംഭവം, അതിൻ്റെ പേരൊക്കെ അവിടെ നമുക്ക് അവിടെ പോയാൽ സൈഡിൽ എഴുതി വെച്ചത് കാണാം കേട്ടോ.
പിന്നെ ഇതാ ഇതൊക്കെ ബേർഡ് സെക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു കൂട്ടിലാണെന്ന് തോന്നുന്നു നമ്മൾ എഗ്ഗ് ലേ ചെയ്തത്, എഗ്ഗ് മീൻസ് മുട്ട ഇട്ടത് കണ്ടത്. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ ഓരോ ബേർഡ്സിനൊക്കെ കാണാൻ. പിന്നെ ഇതാ വേറൊരു സംഭവം കണ്ടോ അതിൻ്റെ ഉള്ളിൽ, നല്ല രസമുണ്ട്. അപ്പോൾ അത് അങ്ങനെ നല്ല നമ്മൾ ഇതുവരെ കാണാത്ത ഓരോ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ നമ്മളെ ടൈം അവിടെ പോകും കേട്ടോ. കാരണം ഒരു സംഭവത്തിന് വേഗം കണ്ടിട്ട് പോവാം അങ്ങനെയൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഒരു അവിടെ ഇരിക്കാം, സ്പെൻഡ് ചെയ്യാം. പിന്നെ ഒരു വേറെ തത്ത, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള തത്തയുടെ അടുത്തൊക്കെ അതാ ഈ ഒരു കൂട്ടിലേക്കൊക്കെ നമുക്ക് കയറി ചെല്ലാം. ഇവർക്ക് ഇങ്ങനെ പിന്നെ നമ്മൾ ചോളുണ്ടല്ലോ അതൊക്കെ കൊടുക്കാം. പിന്നെ ഈ ഒരു സംഭവത്തിന് കണ്ടോ, ഇത് ഈ 20 hours ഉറങ്ങുന്ന സംഭവമാണ് കേട്ടോ. ഈ 4 hours ഇത് ഉണർന്നിരിക്കുള്ളൂ, ബാക്കി 20 hours അത് ഉറക്കത്തിലാണ്. പിന്നെ ഇതാ വേറെ ഇത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഡോങ്കി, പിന്നെ കുതിര, 2 കളറായിട്ടുള്ള കുതിരകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കയറി വരുന്ന സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഷീപ്സ് ഉണ്ട്, ഡെക്സ് ഉണ്ട്. അതിൽ അത്രയും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ കുഞ്ഞു ഹൗസ് ആണ് കേട്ടോ ഇവർക്ക് നിർമ്മിച്ചിട്ടുള്ള. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ്. ഡെക്സിനാണെങ്കിലും ഷീപ്പിനാണെങ്കിലും ആടിനാണെങ്കിലും പിന്നെ അങ്ങനെയുള്ള ഓരോ പിന്നെ അതിനൊക്കെ ഒരു അടിപൊളി ചെറിയ കുഞ്ഞു വീടുകളുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ അത്രയും കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.